ഫ്രണ്ട്സ്, ജെസീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളും വിഷരഹിതമായി സ്വാദോടെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ജൈവവളങ്ങൾ വളരെ ലളിതമായി എങ്ങനെ ഉണ്ടാക്കാം എന്ന ടിപ്സാണ് ഇന്നത്തെ വീഡിയോ. ഫ്രണ്ട്സ്, നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന ഒരു ചെടിയാണ് കറ്റാർവാഴ. ഇത് എല്ലാവരും അലങ്കാര ചെടിയായിട്ടാണ് മിക്കവരും ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. ഇത് വെച്ച് നമുക്ക് 2 രീതിയിലുള്ള ജൈവവളങ്ങൾ ഉണ്ടാക്കാം. ഇത് മിക്സിയിലിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്താൽ ഇതുപോലെയുള്ള ഒരു ലിക്വിഡ് കിട്ടും. ഇതിനെ നമുക്ക് 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് നമുക്ക് ചെടികളുടെ ഏത് പഴച്ചെടികളുടെയോ പച്ചക്കറികളുടെയോ ഒക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ വേര് വളർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമാണ് ഈ ജൈവവളം. ഇത് മിക്സിയിൽ ആട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മറ്റൊരു രീതിയിലും ഇവ ചെയ്യാവുന്നതാണ്. ഇത് നമ്മളൊരു ജാറിൽ ഇട്ട ശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് നിറച്ച് വെള്ളം ഒഴിച്ച് ടൈറ്റായിട്ട് അടച്ച് തണുപ്പുള്ള സ്ഥലത്ത് നമുക്ക് വയ്ക്കാം. ഒരാഴ്ച കഴിയുമ്പോൾ ഈ നിറത്തിലുള്ള ഒരു ലായനി കിട്ടും. ഇത് നമുക്ക് എല്ലാ ചെടികളുടെയും പഴച്ചെടികളുടെ പച്ചക്കറികളുടെ മറ്റ് സസ്യങ്ങളുടെ ഒക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ ചെടി തഴച്ച് വളരും. ഒന്നിലധികം ഫ്രണ്ട്സ് നമ്മോട് ആവശ്യപ്പെട്ട് കരിയില കമ്പോസ്റ്റും മറ്റ് കമ്പോസ്റ്റുകളൊക്കെ വേഗത്തിൽ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സൂത്രങ്ങളൊന്ന് പറഞ്ഞു തരണമെന്ന്. അതിന് സാധാരണയായിട്ട് വേണ്ടത് ഒന്ന് EM സൊല്യൂഷനാണ്, രണ്ടാമത്തത് മദർ കൾച്ചറാണ്. EM സൊല്യൂഷൻ എല്ലാ വീടുകളിലും ഉണ്ടാക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് ഏറ്റവും ലളിതമായിട്ട് നമുക്ക് മദർ കൾച്ചർ തയ്യാറാക്കി നമ്മുടെ പരിസരത്തുള്ള എല്ലാ മാലിന്യങ്ങളെയും നമുക്ക് വേഗത്തിൽ ജൈവവളമാക്കി മാറ്റാം. ആ മദർ കൾച്ചർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞുതരാം. ഈ 50 ലിറ്ററിൻ്റെ ക്യാനിൽ ഏകദേശം ഒരു 45 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 45 ലിറ്റർ വെള്ളം എടുത്തതിൽ 1 കിലോ ശർക്കര ചെറിയ കഷണങ്ങളായി ഇടാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി ഒരു 3 ലിറ്ററോളം മദർ കൾച്ചർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇത് നല്ല തണുത്ത സ്ഥലത്ത് സൂക്ഷിച്ചാൽ 7 ദിവസം കഴിയുമ്പോഴേക്കും ഇത് മൈക്രോബിയൽ ആക്ഷൻ നടന്നിട്ട് നല്ല മദർ കൾച്ചർ റെഡിയാവും. നമ്മൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് മദർ കൾച്ചർ ഇതിൽ ചേർക്കാൻ കാണില്ല. അങ്ങനെയുള്ളവർക്ക് ഈസ്റ്റ് ഒരു 20 ഗ്രാം ഈസ്റ്റ് 1/2 ലിറ്റർ വെള്ളത്തിൽ ഈസ്റ്റ് ലായനി ഉണ്ടാക്കണം. ഈസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. കുറച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈസ്റ്റ് ലായനിയാവും. ഈ ഈസ്റ്റ് ലായനി ഇതിലൊഴിച്ചു കൊടുത്താലും മതിയാവും. ഇത് നേർപ്പിച്ച് കമ്പോസ്റ്റിൽ ഒഴിച്ചു കൊടുത്താൽ 2 മാസത്തിനുള്ളിൽ തന്നെ അവ റെഡിയായി കിട്ടും. ചെടികൾ കുലകുത്തി കായ്ക്കാൻ നല്ല വിളവ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും അനുയോജ്യമായൊരു വളമാണ് മിക്സഡ് ഫിഷ് അമിനോ. ഇതിനെക്കുറിച്ചുള്ള ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മിക്സഡ് ഫിഷ് അമിനോ ആണ്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അടുക്കള വേസ്റ്റ് വേഗത്തിൽ ജീർണിപ്പിക്കുന്നതിന് ആവശ്യമായത് EM സൊല്യൂഷനാണ്. EM സൊല്യൂഷനോ ഇനോക്കുലമോ നമുക്ക് ഉപയോഗിക്കാം. EM സൊല്യൂഷൻ വേഗത്തിൽ വളരെ ഈസി ആയിട്ട് നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ മിക്സഡ് കമ്പോസ്റ്റ് ജീർണിപ്പിക്കുന്നതിന് ആവശ്യമായ മദർ കൾച്ചർ നമുക്കിതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇത് ഒരു വലിയ പപ്പായയാണ്. ഈ പപ്പായൊന്നും നമ്മൾ കട്ട് ചെയ്തിടേണ്ട ആവശ്യമില്ല. അതുപോലെ അങ്ങ് ഇടാം. അതുപോലെ ഓല മടൽ എല്ലാം നമുക്ക് ജീർണിച്ച് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ നല്ല പൗഡറായിട്ട് കിട്ടും.
ഇത് കരിയിലയും പച്ചിലകളും മാത്രം ചേർന്ന് വാഴത്തടകളും ഒക്കെ ചേർന്ന് ഉള്ള ഒരു കമ്പോസ്റ്റാണ്. ഇത് നിർമ്മിക്കാൻ വളരെ ഈസിയാണ്. നമ്മൾ മണ്ണിൽ ഒരു 2 അടി ആഴത്തിലൊരു കുഴിയെടുക്കണം. ആ കുഴിയിൽ ഒരു ടാർപ്പ നന്നായിട്ടങ്ങ് വിരിക്കണം. വിരിച്ചതിന് ശേഷം നമ്മുടെ പരിസരത്തുള്ള വേസ്റ്റ് മുഴുവനും നമുക്കിതിലിടാം. കരിയില, പച്ചില, സസ്യങ്ങളുടേതായ ഏത് ഭാഗവും നമുക്ക് ഉപയോഗിക്കാം. 2 മാസത്തിനകം അവ ജീർണിച്ച് പൗഡർ പോലുള്ള ഈ കമ്പോസ്റ്റ് കിട്ടും. ഇതിന് മാർക്കറ്റിൽ നല്ല വിലയാണ്. നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പൈസ കളയേണ്ട കാര്യമില്ല. പരിസരം വൃത്തിയാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ നല്ല കമ്പോസ്റ്റ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഈ കമ്പോസ്റ്റിന് മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ചെയ്യാവുന്ന ഒരു തൊഴിൽ കൂടിയാണ് ഇത്. ഇപ്പോൾ ജൈവവളങ്ങൾക്ക് പ്രചാരം കൂടിക്കൂടി വരികയാണ്. ഈ വെളിയിൽ കിടക്കുന്ന സസ്യങ്ങളുടെ വേസ്റ്റുകൾ മുഴുവൻ ശേഖരിച്ച് ഇതുപോലെ യാതൊരു ചിലവുമില്ലാതെ ഉണ്ടാക്കി നമുക്ക് മാർക്കറ്റിൽ, അഗ്രോ മാർക്കറ്റിൽ കൊടുത്താൽ നല്ല വില കിട്ടും. ഫ്രണ്ട്സ്, ജൈവവളങ്ങൾ ഉണ്ടാക്കുവാനുള്ള സംശയങ്ങളൊക്കെ മാറിയല്ലോ. എല്ലാവരും ഇതുണ്ടാക്കാൻ ട്രൈ ചെയ്യണം. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.